അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു. അവൾ പോകുന്നത് കണ്ടതും നന്ദു പറഞ്ഞു, ഞാൻ കാരണം ഷേ ഞാനൊരു ഓളത്തിന് പറഞ്ഞതാടാ. അവൾക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അവൾ പോകുന്നത് കണ്ടതും അരവിന്ദനും വിഷമമായിരുന്നു. ഏയ് അതൊന്നും സാരമില്ലടാ. നീ പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവളുടെ ഏട്ടനായിപ്പോയില്ലേ. അവൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ നോക്കണ്ടേ? ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവളുടെ ഫോൺ ഉപയോഗമൊക്കെ. പിന്നെ എനിക്ക് അവളിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് നോക്കാത്തത്. അവൾ തെറ്റിൽ പോകില്ല എന്നുള്ള വിശ്വാസം. അവൻ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും നന്ദു വല്ലാതെയായി. അവൾക്ക് വൈശുവിനൊരു ഇഷ്ടമുണ്ടെന്ന് അറിയാമായിരുന്നു. ഒരിക്കൽ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ വൈശുവിനെ വിലക്കിയിരുന്നു. പക്ഷേ അവൾക്ക് അവനോടുള്ളത് ആത്മാർത്ഥ പ്രണയമാണെന്ന് മനസ്സിലായതും പിന്നെയൊന്നും മിണ്ടിയില്ല. ഇതൊക്കെ വിഷ്ണുവേട്ടൻ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. വൈഷു അകത്തേക്ക് കയറിപ്പോയതും നന്ദുവും അവളുടെ പുറകെ മുറിയിലേക്ക് കയറി ചെന്നു. അവൾ ചെന്നപ്പോൾ വൈഷു വിഷമത്തോടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. വൈഷു പോകുന്നത് കണ്ടതും ചായ കുടിച്ചുകൊണ്ട് അടുക്കളയിലിരുന്ന അച്ചുവും അവളുടെ ഒപ്പം മുറിയിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും പുറത്തിരിക്കുന്നത് കൊണ്ട് അച്ചു മനഃപൂർവ്വം അങ്ങോട്ട് പോകാതെ അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. വൈഷു അകത്തേക്ക് കയറി വന്നതും അവളും അങ്ങോട്ട് ചെന്നിരുന്നു. എന്താടി വിഷ്ണുവേട്ടൻ വഴക്ക് പറഞ്ഞത് നിനക്ക് വിഷമമായോ? നന്ദു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് ചോദിച്ചു. നന്ദു, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്. നാസിമേട്ടൻ്റെ കാര്യം വിഷ്ണുവേട്ടൻ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വിഷ്ണുവേട്ടനധികം അങ്ങനെ സംശയമൊന്നും ഉണ്ടാകാതെ കൊണ്ടുപോവുകയായിരുന്നു ഞാൻ. പക്ഷെ നീ ഇപ്പം കണ്ടില്ലേ, അരവിന്ദേട്ടൻ അതുകൂടി പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ എന്തോ നല്ല സംശയം തോന്നുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ. വിഷ്ണുവേട്ടൻ അറിഞ്ഞാൽ എന്തായാലും ഇവിടെ പ്രശ്നമുണ്ടാക്കും, അതെനിക്ക് ഉറപ്പാണ്. അവൾ പേടിയോടെ നന്ദുവിനെ നോക്കി പറഞ്ഞു. ഞാനും അത് നിന്നോട് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വിഷ്ണുവേട്ടൻ നിന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വൈശു. നിന്റെ ഫോൺ ഉപയോഗവും നീ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ വിഷ്ണുവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കരുതും അവരാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. പക്ഷെ ചുമ്മാതെയാ. നന്ദു താക്കിയതോടുകൂടെ അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ നന്ദുവിനെ നോക്കി. എന്താ നന്ദു, നീ ഇപ്പം അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇവിടുന്ന് പോകുന്നതിന് ശേഷം വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്നെപ്പറ്റി? അവൾ സംശയത്തോടെ നന്ദുവിനോട് ചോദിച്ചതും വിഷ്ണു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്ദു അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വല്ലാത്ത വിഷമവും സങ്കടവും പേടിയും ഒക്കെ തോന്നിത്തുടങ്ങി. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ചുവും ചായക്കപ്പുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നത്. അയ്യോ, ഇതെന്താ നിന്റെ കവളി തടിച്ചു കിടക്കുന്നത്? നിന്നെ ആരാ തല്ലിയത്? നന്ദു അച്ചുവിനെ നോക്കി സംശയത്തോട് ചോദിച്ചതും അച്ചു വൈശുവിനെ നോക്കി. വൈശു തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളൊക്കെ നന്ദുവിനെ പറഞ്ഞ് കേൾപ്പിച്ചു. ആ, അടിപൊളി, ബെസ്റ്റ്. ചുമ്മാതല്ല വിഷ്ണുവേട്ടൻ രാവിലെ ദിയാശാകാമുകനെ പോലെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, നിന്നെ ഇന്നലെ തല്ലിയതിൽ വിഷ്ണുവേട്ടന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട്. നന്ദു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അച്ചു ആണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കി. അത് ശരിയാ നന്ദു പറഞ്ഞത്, എനിക്കും അങ്ങനെ തോന്നി. സാധാരണ വിഷ്ണുവേട്ടൻ രാവിലെ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കാറില്ല. പക്ഷെ ഇന്ന് എന്തോ പോയ അണ്ണാനെ പോലെയായിരുന്നു വിഷ്ണുവേട്ടൻ്റെ ഇരിപ്പ്. അവൾക്ക് തോന്നിയ സംശയം അവളും പറഞ്ഞു. അത് എന്നെ തല്ലിയ വിഷമം കൊണ്ടൊന്നും ആയിരിക്കില്ല. എനിക്ക് ഒരെണ്ണം കൂടി തരേണ്ടതായിരുന്നു എന്നുള്ള വിഷമം കൊണ്ടായിരിക്കും. അച്ചു അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നീ അങ്ങനെയൊന്നും പറയണ്ട. എൻ്റെ വിഷ്ണുവേട്ടൻ എന്ത് പറഞ്ഞാലും പാവം തന്നെയാ. പിന്നെ ദേഷ്യം വരുമ്പോൾ ഒന്നും നോക്കാതെ പ്രതികരിക്കുമെങ്കിലും പിന്നെ അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ വിഷ്ണുവേട്ടനിൽ നിന്ന് ഒളിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും കലിപ്പന്മാരും വല്ലതും ആയിരുന്നെങ്കിൽ എപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വിഷ്ണുവേട്ടനായതുകൊണ്ടാണ് എനിക്ക് വിഷമം. കാരണം ഇന്നുവരെയും വിഷ്ണുവേട്ടൻ എന്നെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല, എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നതൊക്കെ വിഷ്ണുവേട്ടനെ കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഇത് കണ്ടോ, ഇത് ഐഫോൺ അല്ലേ? അവൾ അവളുടെ കയ്യിലിരുന്ന ഐഫോൺ അവരുടെ നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ആണെന്നുള്ള രീതിയിൽ തലയാട്ടി. ഇതെനിക്ക് വിഷ്ണുവേട്ടൻ +1 പഠിക്കുമ്പോൾ വാങ്ങിച്ചു തന്നതാ. എന്നെ എത്രത്തോളം വിശ്വാസം ഉണ്ടായിട്ടാണ് ഇത്രയും വില കൂടിയ ഫോണ് ആ ടൈമിൽ എനിക്ക് വാങ്ങിച്ചു തന്നത്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ആണ് സങ്കടം. അവൾ വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു. അപ്പോൾ നീ നിന്റെ കൊഷ്ണുവേട്ടൻ പറഞ്ഞാൽ നീ ഇപ്പോൾ പ്രേമിക്കുന്ന ആളിനെ വേണ്ടെന്ന് വെക്കുമോ? എന്തായാലും അതൊരു മുസ്ലിം അല്ലേ, നിന്റെ ഏട്ടൻ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചു പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. വിഷ്ണുവേട്ടൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് 90% എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു 10% പ്രതീക്ഷ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ കുറച്ച് ദിവസം പട്ടിണി കിടന്നിട്ടായാലും കരഞ്ഞിട്ടാണെങ്കിലും വിഷ്ണുവേട്ടൻ എനിക്കത് സാധിച്ചു തരുമെന്ന്, എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ആ 10% വിശ്വാസത്തിലാണ് ഞാൻ. അവൾ അവരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അച്ചു അവളെ നോക്കി കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു.
അല്ല നന്ദു, നീ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ? അവർ സംസാരിക്കുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അച്ചുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദുവിനെ കണ്ട് വൈശു സംശയത്തോടെ ചോദിച്ചു. നീ എന്താടി എന്നെ ആദ്യമായിട്ട് കാണുകയാണോ? അച്ചുവും സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ നിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ അച്ചുവിനെ ഞാനധികം കണ്ടിട്ടില്ല. അതാ ഞാനിങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്, നന്ദു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടിട്ട് അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അവർ രണ്ടുപേരും നെറ്റിച്ചുളിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി. അല്ലച്ചു, സാധാരണ നീ ആമ്പിള്ളേരെ വായി നോക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരാളെ പ്രേമിക്കുകയാണെന്നും പറഞ്ഞ് ചെന്നിട്ട് അടിയും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എന്നാലും നിനക്കിതെങ്ങനെ സാധിച്ചു? നമ്മൾ വന്നിട്ട് ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുൻപ് നീ എൻ്റെ ഏട്ടനെ കണ്ട് പ്രേമിച്ചു, പ്രപ്പോസും ചെയ്ത് അടിയും വാങ്ങിച്ചു. എനിക്ക് അതിലാണ് അതിശയം. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. അടിയും വാങ്ങിച്ചിട്ട് നീ എന്തിനാടി കിടന്ന് മോങ്ങിയത്? പോട്ട് പുല്ലെന്ന് വെക്കുന്നതല്ലേ നിന്റെ സ്വഭാവം. അല്ലെങ്കിൽ 2 ഡയലോഗ് അടിച്ചിട്ട് വരേണ്ടതാണ്. ഇതിപ്പോൾ മോശം മോശം. എൻ്റെ അച്ചു ഇങ്ങനെയല്ലായിരുന്നു. നന്ദു അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. നീ പോയേ നന്ദു. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാവുന്നതല്ലേ? നീയും പ്രേമിച്ചതല്ലേ ജീവൻ ചേട്ടനെ? നിനക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം മുഴുവൻ നിന്റെ മനസ്സിൽ നിന്നുള്ളതാണെന്ന്? പറ്റുമോ? അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചതിനും അതിന് ഉത്തരം പറയാൻ നന്ദുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം നന്ദു, നിനക്കൊരിക്കലും അതിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നീ കാണിക്കുന്നതെല്ലാം വെറും ഒരു മുഖമുടിയാണ്. നിന്റെ ഈ നെഞ്ചിൽ മുഴുവനും ജീവൻ ചേട്ടനാണ്. അത് നിനക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അച്ചു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഉത്തരവൊന്നും പറഞ്ഞില്ല. ആ അത് വിട്, ഇനി അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദുവിൻ്റെ മുഖം മാറിയതും അച്ചു അവളെ നോക്കി പറഞ്ഞു. എടി വൈശു, അതൊക്കെ ഇരിക്കട്ടെ, ഈ അരവിന്ദേട്ടൻ നിന്നെ നല്ലതുപോലെ വായി നോക്കുന്നുണ്ടല്ലോ. അച്ചു സംശയത്തോടെ പറഞ്ഞതും വൈശു നന്ദു അവളെ തന്നെ നോക്കി. ഞാൻ സത്യ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അരവിന്ദേട്ടൻ എങ്ങനെ അറിയാം ഇവളെപ്പോഴും ഫോണിലാണെന്ന്? ഇന്നലെ നിന്നോട് വന്ന് അരവിന്ദേട്ടൻ പറഞ്ഞില്ലേ നീ എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടാ നടക്കുന്നതെന്ന്? ഇന്ന് വിഷ്ണുവേട്ടൻ്റെ മുമ്പിൽ വെച്ചും അത് തന്നെ പറഞ്ഞെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ അരവിന്ദേട്ടൻ നിന്നെ നല്ലതുപോലെ വായി നോക്കുന്നുണ്ട്, അതല്ലേ അതിൻ്റെ അർത്ഥം? അച്ചു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞതും നന്ദുവിനും അതിൽ സംശയം തോന്നി. നീ പറഞ്ഞത് ശരിയാ, അരവിന്ദേട്ടൻ ഇവളെ നോക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നത്? നന്ദുവും സംശയത്തോടെ അവളോട് പറഞ്ഞു. ആ എന്തേലും ആവട്ടെ, എന്തായാലും ഞാനിനി അങ്ങേരോട് മിണ്ടാൻ പോകുന്നില്ല. എനിക്ക് അങ്ങേരൊരു പാരയാണ്. അവൾ മുഖം വീർപ്പിച്ചു. ഇന്ന് നമുക്ക് 3 പേർക്കും ശോക ദിവസമാണല്ലോ. നന്ദു അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും നിനക്കെന്താ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും തിരികെ നന്ദുവിനെ നോക്കി. രാവിലെ അയാളെ കണ്ടിരുന്നു വിഷ്ണുവേട്ടൻ്റെ മുറിയിൽ വെച്ച്. അതും പറഞ്ഞ് നന്ദു ഉണ്ടായതൊക്കെ അവരോട് പറഞ്ഞു. ആ ബെസ്റ്റ്, ഇപ്പോൾ ഓക്കെ ആയി. അച്ചു ചിരിയോടെ പറഞ്ഞതും അവർ രണ്ടുപേരും അവളുടെ ഒപ്പം ചിരിച്ചു. അച്ചു വിഷ്ണുവിൻ്റെ മുമ്പിൽ പെടാതെ നടക്കുകയായിരുന്നെങ്കിൽ നന്ദു ജീവൻ്റെ മുമ്പിൽ പെടാതെ നടക്കുകയായിരുന്നു. വൈശുവിന് അരവിന്ദ് പറഞ്ഞത് വിഷമവും ദേഷ്യവും ഒക്കെ ആയതുകൊണ്ട് അവളും അവനെ മൈൻഡ് ചെയ്യാതെ നടന്നു. എന്നാൽ ഈ പറഞ്ഞ 3 ആമ്പിള്ളേരും ഇവരെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാനും കാത്തുകാത്തു നടന്നു. പിള്ളേർ 3 പേരും കൂടി വിദ്യയുടെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. വിദ്യയ്ക്ക് അവരുടെ കൂടെ പുറത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും കല്യാണം അടുത്തിരിക്കുന്നത് കൊണ്ട് പുറത്തേക്കൊന്നും പോകണ്ട എന്ന് മുത്തശ്ശിയും അവളുടെ അമ്മയും പറഞ്ഞു. പിള്ളേർ 3 പേരും കൂടി പോകാൻ റെഡിയായി ഇറങ്ങി. നന്ദു ഒരു ആംഗിൾ ലെങ്ത് ജീൻസും ഒരു റെഡ് കളർ ക്രോപ്പ് ടോപ്പുമാണ് വേഷം. മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ട് വെച്ചിരിക്കുകയാണ്. മുന്നിലേക്ക് കിടക്കുന്ന 2 മുടി ഒരു ഫാഷൻ പോലെ കിടപ്പുണ്ട്. വൈശു പിന്നെ തനി നാടൻ രീതിയിൽ ഒരു പട്ടുപാവാടയാണ് വേഷം. അച്ചു ആണേൽ ഒരു ബ്ലൂ കളർ സിമ്പിൾ ചുരിദാറാണ് വേഷം. അവർ 3 പേരും കൂടി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആമ്പിള്ളേർ 3 പേരും അങ്ങോട്ടേക്ക് വന്നത്. മോളെ, വൈകിട്ടായില്ലേ? ഇനിയിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ രാത്രിയാകും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവരുടെ കൂടെ പോയിട്ട് വാ. ആമ്പിള്ളേർ കൂടെ ഉള്ളത് നല്ലതല്ലേ? വിജയ് അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ 3 പേരും ആമ്പിള്ളേരുടെ മുഖത്തേക്ക് നോക്കി. അവരും തിരികെ അവരെ നോക്കി. അതൊന്നും വേണ്ട ആൻറ്റി, ഞങ്ങൾ 3 പേരും കൂടി പോയിട്ട് വരാം. ഞങ്ങൾ 3 പേരുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? ജീവൻ കൂടെ വരുന്നത് ഇഷ്ടമില്ലാത്തതുപോലെ നന്ദു പറഞ്ഞു. അത് ജീവന് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തിരുന്നു. വേണ്ട മോളെ, പറയുന്നത് കേക്ക്. നിങ്ങൾക്ക് അറിയാത്ത സ്ഥലമല്ലേ? പിന്നെ വൈശുവിനെ അറിയാമെങ്കിലും അവൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് നിങ്ങൾ 3 പേരും ഒറ്റയ്ക്ക് പോകണ്ട. നിങ്ങളെ ഇവർ കൊണ്ടുപോയിക്കോളും. ചെല്ല്, പിള്ളേരെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞതും പെൺപിള്ളേർ 3 പേരും തിരികെ ഒന്നും പറയാനാകാതെ നിന്നു. നന്ദു ജീവന്റെ മുഖത്തേക്ക് നോക്കി. അവനൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അച്ചു വിഷ്ണുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അവൻ എന്തോ നേടിയതുപോലെ അവളെ നോക്കി പുഞ്ചിരിച്ചു. വൈശു അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.